എല്ലാവർക്കും ഡെയിലി 10 പാർട്ട് 13ലേക്ക് സ്വാഗതം. ആദ്യ മഹാകാവ്യങ്ങൾ ഏതാണെന്നറിയോ? രഘുവംശം, കുമാരസംഭവം, ശിശുപാലവധം, കിരാതാർജുനീയം, നൈഷധം. ഇതാണ് പഞ്ചമഹാകാവ്യങ്ങൾ എന്നറിയപ്പെടുന്നത്. രഘുവംശവും കുമാരസംഭവവും ആരുടേതാണ്? കാളിദാസൻ്റേതാണ്. ശിശുപാലവധം മാഘൻ്റെത്, കിരാതാർജുനീയം ഭാരവിയുടേത്, നൈഷധം ശ്രീഹർഷൻ്റേത്. ഈ സംസ്കൃത മഹാകാവ്യങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ടാണ് കേരളത്തിലും മഹാകാവ്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. കേരളത്തിൽ ആദ്യം ഉണ്ടായത് മലയാള മഹാകാവ്യങ്ങളല്ല കേട്ടോ, സംസ്കൃത മഹാകാവ്യങ്ങളാണ് കേരളത്തിൽ ആദ്യം ഉണ്ടായിട്ടുള്ളത്. അതിൽ തന്നെ കേരളത്തിൽ ആദ്യം ഉണ്ടായ സംസ്കൃത മഹാകാവ്യം ഏതാണ്? സുകുമാരകവിയുടെ ശ്രീകൃഷ്ണ വിലാസം. അതിനുശേഷമാണ് അതുലൻ്റെ മൂഷകവംശം, ദാമോദര ചാക്യാരുടെ ശിവവിലാസം, ശങ്കരകവിയുടെ ശ്രീകൃഷ്ണ വിജയം, രാമപാണി വാദ്യൻ്റെ രാഘവീയം എന്നീ സംസ്കൃത മഹാകാവ്യങ്ങൾ ഉണ്ടായത്. നമ്മുടെ കൃഷ്ണഗാഥയെ മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യമായി ലീലാവതി ടീച്ചറും ടി ഭാസ്കരനും സാഹിത്യ പഞ്ചാനനൊക്കെ വിലയിരുത്തുന്നുണ്ട്. അത് ഓർക്കണേ. ഈ അഭിപ്രായം സാഹിത്യലോകം ഒന്നടങ്കം അംഗീകരിച്ചിട്ടില്ല കേട്ടോ. 1904 പുറത്തു വന്ന അഴകത്ത് പത്മനാഭക്കുറുപ്പിൻ്റെ രാമചന്ദ്രവിലാസമാണ് ലക്ഷണമൊത്ത ആദ്യത്തെ മലയാള മഹാകാവ്യമായി സാഹിത്യലോകം അംഗീകരിച്ചത്. ശ്രീരാമചന്ദ്രൻ്റെ കഥയാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. രാമചന്ദ്രവിലാസത്തിൽ 20ാം സർഗത്തിലാണ് ചിത്ര ശ്ലോകങ്ങൾ ഉള്ളത് എന്നോർത്തു വെക്കുക. തനിക്ക് ഈ കൃതി എഴുതാൻ ഭോജൻ്റെ രാമായണ ചമ്പു മാതൃകയായിരുന്നു എന്ന് കവി പറയുന്നുണ്ട്. രാമചന്ദ്രവിലാസം മലയാള മഹാകാവ്യമാണ് കേട്ടോ. ഇനി കേരളത്തിലുണ്ടായ കുറച്ച് സംസ്കൃത മഹാകാവ്യങ്ങളും കൂടി നോക്കാം. കേരളത്തിലുണ്ടായ ഏതൊക്കെ സംസ്കൃത മഹാകാവ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? സുകുമാരകവിയുടെ ശ്രീകൃഷ്ണവിലാസം, അതുലൻ്റെ മൂഷികവംശം, ദാമോദര ചാക്യാരുടെ ശിവവിലാസം, ശങ്കരകവിയുടെ ശ്രീകൃഷ്ണ വിജയം. ഇത്രയും പറഞ്ഞു അല്ലേ? ഇനിയുമുണ്ട്. ഏതൊക്കെയാണ്? AR രാജരാജവർമ്മയുടെ ആംഗല സാമ്രാജ്യം, പ്രൊഫസർ PC ദേവസ്യയുടെ ക്രിസ്തു ഭാഗവതം, മുതുകുളം ശ്രീധരൻ്റെ നവഭാരതം, ഡോക്ടർ PK നാരായണപിള്ളയുടെ വിശ്വഭാനു, പ്രൊഫസർ K ബാലരാമ പണിക്കർ രചിച്ച ശ്രീനാരായണ വിജയം, ഡോക്ടർ KN എഴുത്തച്ഛൻ്റെ കേരളോദയം മുതലായവയൊക്കെ കേരളത്തിലുണ്ടായ സംസ്കൃത മഹാകാവ്യങ്ങളാണ്. ഇതിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് നേടിയ സംസ്കൃത മഹാകാവ്യമാണ് ഡോക്ടർ KN എഴുത്തച്ഛൻ്റെ കേരളോദയം. പരശുരാമൻ്റെ കാലം മുതൽ 1957 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വരെയുള്ള കേരള ചരിത്രമാണ് ഇതിലെ പ്രമേയം. മഹാകാവ്യ ലക്ഷണങ്ങൾ പൂർണ്ണമായി യോജിക്കുന്നില്ലെങ്കിലും നമ്മുടെ കുഞ്ചൻ നമ്പ്യാരുടെ ശ്രീകൃഷ്ണ ചരിതം ആദ്യത്തെ മലയാള മഹാകാവ്യമായി കരുതാമെന്ന് ചില പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നുണ്ട്. അങ്ങനെ ഡെയിലി 10ൻ്റെ 13ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. നന്ദി.